ജിഹാദ്രഹിത ഡൽഹി ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളുടെ ശത്രുക്കൾ. അതിങ്ങനെ കാണുമ്പോൾ VSPന്റെ അതുപോലെ BJP RSSന്റെ ഒക്കെ കുറെ അനുയായികളുണ്ട്. അവർക്ക് ഇങ്ങനെ ചോറിങ്ങനെ തളച്ചിങ്ങനെ കയറും. എങ്ങട്ടാ മുസ്ലിങ്ങളോട് അടിച്ചു ഓടിക്കണ്ടേ? അതിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദീപാവലിയുമായി ബന്ധപ്പെട്ട 4 ദിവസത്തെ മറ്റൊരു ഫെസ്റ്റിവലാണ് ഛാട്ട് പൂജ. ഈ പൂജയ്ക്ക് ആവശ്യമായ പൂജാ സാധനങ്ങൾ മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് വാങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് ഇത്തവണത്തെ ഛാട്ട് പൂജയോടനുബന്ധിച്ച് VHPയുടെ പ്രചാരണം. കൂടാതെ ഹിന്ദുമത വിശ്വാസികളായവരുടെ കടകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ അത്തരം കടകളിൽ VHP പ്രത്യേകം സനാതൻ പ്രതിഷ്ഠാ സ്റ്റിക്കറുകൾ പതിക്കുകയും ചെയ്യുന്നുണ്ട്. VHP പ്രവർത്തകർ നേരിട്ടെത്തിയാണ് സ്റ്റിക്കറുകൾ പതിക്കുന്നത്. സ്റ്റിക്കർ പതിക്കുന്നതിനൊപ്പം വളരെ അപകടകരമായ ഒരു മുദ്രാവാക്യവും VHP മുന്നോട്ട് വയ്ക്കുന്നു. ജിഹാദി രഹിത ഡൽഹി എന്നാണ് ആ മുദ്രാവാക്യം. കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഈ കാണിക്കണമൊക്കെ തെണ്ടിത്തരാണ് ചെറ്റത്തരാണെന്നുള്ളതൊക്കെ. കാരണം ഇവർക്കൊക്കെ അറിയാം. ഇവർ ഈ ചെയ്യണത് എന്താ വെച്ചാൽ ഈ 70% ഹിന്ദുക്കൾ വോട്ടുണ്ടല്ലോ, ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപായം വേണം. ആ അപായം മുസ്ലിങ്ങളെ പേരിട്ടിട്ട് അവരുണ്ടാക്കി അത് വെച്ചിട്ട് അവർ വോട്ട് പിടിക്കുന്നു. അതായത് മതം വെച്ചിട്ട് വോട്ട് പിടിക്കുന്നു. ഈ തെണ്ടിത്തരം ഇവർക്ക് മാത്രമേ വഴങ്ങുള്ളൂ. അതും ശ്രദ്ധിക്കണേ, ഈ തെണ്ടിത്തരം ഇവർക്ക് മാത്രമേ വഴങ്ങുള്ളൂ. അത് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് അതിന് കുറേ അനുയായികളും ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെയല്ലേ പഠിപ്പിച്ചു കൊടുക്കണേ. പിന്നെ അതല്ലേ പഠിക്കുള്ളൂ. അതുകൊണ്ടല്ലേ ഓല് ഭരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം അവിടുത്തെ ആൾക്കാർക്ക് ഇല്ലാത്തത്. അതുണ്ട് എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അതും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതും അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇങ്ങനെ ആവണം നമ്മുടെ ഇന്ത്യ.